ഗഡിയോളെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിവ്യൂ ഒന്നുമല്ല, പക്ഷേ എനിക്ക് അനുഭവമുള്ള ഒരു നൊസ്റ്റു ഫീല് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ്. വേറെ ഒന്നുമല്ല, തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂരിൻ്റെ സ്വന്തം അഹങ്കാരം എന്നാണ് പറയുന്നത് രാധാകൃഷ്ണ കോഫി ക്ലബ്. അത് മുനിസിപ്പൽ സ്റ്റാൻഡിൽ ലെഫ്റ്റ് സൈഡിലാണ്. മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ പറയുന്ന രാധാകൃഷ്ണ കോഫി ക്ലബ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷന് ഞാൻ ചെന്നപ്പോൾ ഞാനും വൈഫും കൂടി പോയിരുന്നു. എല്ലാ പ്രാവശ്യവും പോകാറുണ്ട്, ഇപ്രാവശ്യം പതിവ് പോലെ പോയിരുന്നു. വിഭവങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസമില്ല. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭവം എന്ന് പറയുന്നത് ഉപ്മാവും പിന്നെ അതുപോലെ കോഫി. ഇത് ഒരു ഒന്നൊന്നര സാധനം തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പോയി കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ഫീൽ കിട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, അതില്ലാതെ എൻ്റെ നെഞ്ഞത്തി കയറാൻ നിൽക്കണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു മാത്രം, എൻ്റെ അനുഭവം ഞാൻ പങ്കുവെച്ചു മാത്രം. ഇത് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടും, നമുക്ക് നോക്കാം. അപ്പോൾ വാ, നമുക്ക് എനിക്ക് ഉണ്ടായ അനുഭവം കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ റൗണ്ട് അടിച്ച് ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള മുനിസിപ്പൽ സ്റ്റാൻഡിലോട്ട് തിരിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് മഞ്ഞ ബോർഡിൽ കാണാം ശ്രീ രാധാകൃഷ്ണ കോഫി ക്ലബ്ബ്. അവിടേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സൈഡിലുള്ള കടകളിലെ പച്ചമരുന്നിൻ്റെ മണം, അതൊക്കെ നമുക്ക് വല്ലാതെ നൊസ്റ്റോ ഫീലിംഗ് തരും. അതുപോലെ ഈ കോഫി ക്ലബിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ നല്ല ഫിൽറ്റർ കോഫിയുടെ മണം, അതൊക്കെയാണ് നമ്മളെ അവിടേക്ക് ആകർഷിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡും. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, ഈ പറയുന്ന ഉപ്മാവും അതുപോലെ കോഫിയും. ഞാൻ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഈ ഉപ്മാവ്. ഈ ഇതാണ് ഉപ്മാവ്. നല്ല സോഫ്റ്റായിട്ടുള്ള എന്താ പറയുക ഉപ്മാവ്. നോർമലി ഒരു വെള്ള ചട്നിയാണ് അതിനൊപ്പം കിട്ടാറ്, പക്ഷേ ഇപ്രാവശ്യം അതൊരു ചുവപ്പ് ചട്നിയാണ്. പക്ഷേ എങ്കിലും ടേസ്റ്റ് നല്ല തന്നെയായിരുന്നു. എനിക്കും വൈഫിനും ഒരുപോലെ ഇഷ്ടമുള്ള ഒരൈറ്റമാണ് ഈ പറയുന്ന ഉപ്മാവ്. ഞങ്ങൾ രണ്ടാളും നല്ല ആസ്വദിച്ച് കഴിച്ചു. അതുപോലെ കോഫി ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് ഇനി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നല്ല ടേസ്റ്റാണ് ഈ പറയുന്ന ഉപ്മാവായാലും അതുപോലെ കോഫി ആയാലും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വലം വയ്ക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ ദിവസം മടങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചത്. ഇതാണ് രാധാകൃഷ്ണ കോഫി ക്ലബ്ബ്. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവർ പോയിട്ട് അത് ആസ്വദിക്കണം. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിസ്സാരമല്ല. ഒരുപാട് താങ്ക്സ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ബൈ.